നല്ല പെടപെടപ്പൻ വലിയ ചെമ്മീനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടേ ഭാര്യ, ഭർത്താവ്, മക്കൾ, പേരക്കുട്ടികൾ എല്ലാവരും ഉണ്ട്. ഇതിനെന്തേന്ന് ഞാൻ കുറേ ആലോചിച്ച്. പിന്നെ അവസാനം രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വാഴയിലയിൽ പൊള്ളിക്കാമെന്ന് വിചാരിച്ച്. റിയാദിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും നമുക്ക് പറ്റില്ലല്ലോ. പിന്നീട് ഈ ചെമ്മീൻ നന്നാക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വാലുഭാഗത്ത് ഇറച്ചി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വലിച്ചാൽ മതി. അത്യാവശ്യം നല്ല വലിയ ചെമ്മീനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നടുഭാഗം എന്താ ഇങ്ങനെ വിട്ടു പോകാത്ത രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേ സവാള ഇട്ട് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വാടി വരുന്ന സമയത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് തക്കാളിയോട് ചേർത്തിട്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇനി പൊടികളായിട്ടേ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകിൻ്റെ പൊടി, ഗരം മസാലപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നല്ലോണം അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമ്മൾ ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് ആദ്യം നമ്മുടെ മസാലയായിട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇന്നാളെ ഞാനൊരു വീഡിയോ ചെയ്തപ്പോഴേ നിങ്ങൾ പറഞ്ഞ വെള്ളം ഒഴിക്കുന്നതിന് പകരമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കുമെന്ന്. ആയിക്കോട്ടെ, ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങൻ്റെ നല്ല ലൂസായിട്ടുള്ള പാലാട്ട് ആദ്യം ഒഴിച്ചത്. ഒരു 2 കഷ്ണം